അപ്പോഴേ പറഞ്ഞില്ലേ ദേവയാനി ടീച്ചറെ, ദേവൂട്ടിയുടെ കാര്യത്തിൽ ഡിഇഒ വളരെ നല്ല രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. ദേവൂട്ടി അവർക്ക് കൊടുത്ത പ്രോജക്റ്റ് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആണോ? ടെമ്പററി വേക്കൻസി അലോട്ട് ചെയ്യാമെന്ന് ടീച്ചറോട് അവര് ഉറപ്പ് പറഞ്ഞെന്നോ? അതേതായാലും നന്നായി. ഇല്ലില്ല, നമുക്ക് ധൃതിയൊന്നുമില്ല. ഡിവിഷൻ ഹാൾ എന്തായാലും ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തില് എനിക്ക് പരിപൂർണ ഉറപ്പുണ്ട്. സ്കൂളിൽ എന്തോ പുതിയ ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ടല്ലോ, എന്താണെന്ന് അറിയണം. എന്നിട്ട് ഡാഡിയെ അറിയിക്കാൻ വേണം. എന്തായാലും ആദ്യം ടെമ്പററി അലോട്ട്മെന്റ് നടക്കട്ടെ. ദേവൂട്ടിയായിട്ട് ഞാൻ ഈ കാര്യം വരുമ്പോ ഒന്ന് സംസാരിക്കാം. ശരി ടീച്ചറെ. സന്ദീപേ, മോനെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞാൻ പറഞ്ഞില്ലേടാ, ദേവൂട്ടി സ്കൂളിന്റെ ചുമതല ഏറ്റെടുത്തതോടുകൂടി അതിന്റെ ശനിദശ മാറിയെന്ന്. അതിനുള്ള തെളിവാ ഇപ്പൊ ഹെഡ് മിസ്ട്രസ് എന്നെ വിളിച്ചത്. സ്കൂളിന്റെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ദേവൂട്ടി കൊടുത്ത പ്രോജക്റ്റ് ഡിഇഒയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവരത് വിശദമായി പഠിച്ചിട്ട് നമ്മുടെ സ്കൂളിൽ താൽക്കാലിക നിയമനത്തിന് അനുമതി തരാമെന്ന് ഹെഡ് മിസ്ട്രസിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. വീണ്ടും സ്കൂളിൽ നിയമനം നടത്താനുള്ള ഉത്തരവ് കിട്ടിയെന്നോ? എങ്കിൽ ഡാഡിക്ക് കോളായല്ലോ. ഡിവിഷൻ ഹാൾ ഉണ്ടായില്ലെങ്കിൽ ആ ടെമ്പററി വേക്കൻസി പെർമനന്റ് ആക്കാമെന്നും ഡിഇഒ പറഞ്ഞിട്ടുണ്ട്. എന്തു പറ്റിയടാ മോനെ നിനക്ക്? ആകെ ഒരു ഉഷാറില്ലാത്ത പോലെ. ബാംഗ്ലൂർ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, അതിന്റെ ക്ഷീണമാവും. എന്താടാ, വന്നപ്പോ ശ്രീകലയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഒന്നുമില്ല മുത്തശ്ശി. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിലൂടെയാണല്ലോ അമ്മ ഇപ്പം ആനന്ദം കണ്ടെത്തുന്നത്. അതിന്റെ ചില കുഴപ്പങ്ങൾ അത്രേ ഉള്ളൂ. എങ്കിൽ പിന്നെ നിനക്കിന്ന് ദേവൂട്ടിയോടൊപ്പം സ്കൂളിൽ പൊയ്ക്കൂടായിരുന്നു? നീ കൂടെ ചെല്ലുമെന്ന് കരുതിയിട്ടാ ഞാൻ ഇന്ന് അവക്കൊപ്പം പോകാതിരുന്നത്. അതെങ്ങനെയാ മുത്തശ്ശി? ഞങ്ങൾ ഒരിക്കലും ഒരുമിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ചിലരുണ്ടല്ലോ ഇവിടെ. ആ ചിലരിൽ എന്തായാലും ഞാനില്ല കേട്ടോ. അല്ല മോനെ, കുഞ്ഞികൃഷ്ണനെ കുറിച്ച് പിന്നീട് എന്തെങ്കിലും അറിഞ്ഞോ നീ? ഇല്ല മുത്തശ്ശി, ആ ഡ്രൈവർ വല്യമ്മാവനെ കണ്ട പരിസരത്തൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അയാൾക്ക് അവിടെയൊക്കെ നല്ല പരിചയമാണ്. കുറച്ചു പേർക്ക് അയാൾ വല്യമ്മാവൻ്റെ ഫോട്ടോ സെൻഡ് ചെയ്തിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ എന്നെ വിളിച്ചു പറയാൻ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈശ്വര, എന്റെ കുഞ്ഞികൃഷ്ണൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടായ മതിയായിരുന്നു. ജീവനോടുണ്ടല്ലോ മുത്തശ്ശി, ഞാൻ കണ്ടതല്ലേ. അതല്ല മോനെ, ഇന്നലെ കുഞ്ഞികൃഷ്ണനെയും നിന്റെ അച്ഛൻ മാധവനെയും ഞാൻ സ്വപ്നം കണ്ടു. അമ്മാവൻ എന്റെ ഒപ്പം ഉണ്ടമ്മയെന്ന് മാധവൻ പറഞ്ഞു. അതിന്റെ അർത്ഥം? അല്ല, അങ്ങനെ സന്ദീപിന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ പറഞ്ഞ കുഞ്ഞികൃഷ്ണൻ അമ്മാവനും മരിച്ചിട്ടുണ്ടാവുന്നല്ലേ അതിനർത്ഥം? നീ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ വർഷേ? വല്യമ്മാവൻ മരിച്ചു പോയെങ്കിൽ പിന്നെ ഞാൻ കണ്ടത് ആരെ? മുത്തശ്ശി, കുഞ്ഞികൃഷ്ണൻ അമ്മാവൻ ജീവിച്ചിരിപ്പുണ്ട്. ഒരു 2 ദിവസത്തിനുള്ളിൽ അമ്മാവനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരം നമുക്ക് കിട്ടാതിരിക്കില്ല. എന്റെ ദൈവമേ, ഇതുപോലൊരു അഗ്നി പരീക്ഷണം ഈ അടുത്ത സമയത്തൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. മൂകാംബിക വെച്ച് ശബ്ദം പോയപ്പോ പോലും ഞാൻ ഇത്രയും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ ഇത് 1.5 പെടലായി പോയല്ലോ. ഇന്ന് വരെ മറ്റുള്ളവർ വെച്ച് വിളമ്പിയത് കഴിക്കുന്നല്ലാതെ കണ്ടവർക്ക് വേണ്ടി വെച്ച് വിളമ്പേണ്ട ഗതികേടൊന്നും വന്നിട്ടില്ല. എല്ലാം എന്റെ ജാതകദോഷമായിരിക്കും. അയ്യോ, നടുവും മുതുകും കഴച്ചൊടിഞ്ഞേ. അയ്യോ.